Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബട്ടറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബട്ടർ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കുക. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഏതുതരം വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേ അളവിൽ തന്നെ ഓയിലെടുത്ത് അതേ അളവിൽ തന്നെ ഞാനിവിടെ ഗീ എടുക്കുന്നുണ്ട്. 1/3 കപ്പ് ഗീ എടുക്കുന്നുണ്ട്. അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എത്രയാണോ ഓയിൽ എടുക്കുന്നത് അത്രയും ഗീ എടുക്കാം. അല്ലെങ്കിൽ ഗീയുടെ അളവ് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. ഞാനിവിടെ സെയിം അളവിലാണ് യൂസ് ചെയ്യുന്നത്. അത് ഇനി ഇതിലേക്ക് ഒരു 4 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ 2-3 മിനിറ്റ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല ബട്ടറായി വന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഐസ് ക്യൂബ്സൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ബട്ടർ നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാനോ അതുപോലെ തന്നെ കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ ഐസ് ക്യൂബ്സൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ ആ ബോക്സിലേക്ക് സൈഡിലും താഴെയൊക്കെ ആയിട്ട് കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്നൊന്ന് ബോക്സിൽ നിന്ന് ബട്ടർ പുറത്തേക്ക് എടുത്തൊന്ന് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബട്ടർ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനി ഇതിങ്ങനെ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് ഫ്രീസറിൽ 2-3 മിനിറ്റ് ഒന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രീസറിൽ വെച്ചൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ബട്ടർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്നിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ലൊരു അടിപൊളി ബട്ടർ നമ്മൾ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തന്നെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.